ഹായ് കൂട്ടുകാരെ, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട്ടുകാരുടെ ഇഷ്ടമുള്ള കറിയായ വെള്ളപ്പയർ പുളിയാണ്. വൻപയർ കൊണ്ടുള്ള ഒരു കറി. പാലക്കാടൻ വെള്ളപ്പയർ പുളിയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കപ്പളവിൽ വൻപയർ എടുക്കാം. പാലക്കാട്ടുകാരതിനെ വെള്ളപ്പയർ എന്നാണ് വിളിക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം. ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിന് നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മൾ ഇത് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം, വറുത്ത ശേഷം കഴുകിയെടുത്ത ശേഷം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. 2 മണിക്കൂറെങ്കിലും കുതിർക്കാൻ ശ്രദ്ധിക്കണം. അതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇത് കൊച്ചുകുട്ടികൾക്ക് ശരീരമൊക്കെ പുഷ്ടിപ്പെടാൻ വളരെ നല്ലതാണ്. അവരിത് വെറുതെ നമ്മൾ ഉപ്പേരി വെച്ച് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ കറിയാക്കി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഉപകരിക്കും. അപ്പോൾ ഞാനിത് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകി അതിൽ വല്ല കല്ലോ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ചെടുത്ത് വൃത്തിയായിട്ട് വേവിച്ചെടുക്കണം. ഞാൻ അടുപ്പത്താണ് ഈ കറി ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ആറിയ ശേഷം പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് കഴുകിയെടുക്കാം നല്ലോണം. ഒന്ന് ആറിയ ശേഷം, ചൂടാറിയ ശേഷം വേണം കഴുകാൻ. അതിനുശേഷം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ അടുപ്പത്ത് മൺചട്ടിയിലാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു രുചിയാണ്. ഇത് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇത് മതി കറിക്ക്, വേറെ ഒന്നും വേണ്ട. എന്നാൽ ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇതിൽ അരച്ച് ചേർത്താറുണ്ട്. പുളി ഇതിന് നന്നായിട്ട് വേണം, എങ്കിലേ ഒരു രുചി ഉണ്ടാവുകയുള്ളൂ. വാളം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കഷ്ണം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ ഒരു 4 വിസിൽ മതിയാവും. പുളി നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തിയ ശേഷം നല്ല പോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കട്ടെ. നല്ല രുചിയുള്ള ഒരു കറിയാണ് ഇത്. മുളക് പൊടി കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. ഇതിന് നാളികേരം ഒരു അരമുറിയാണ് ഞാൻ അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. കനലടുപ്പത്ത് ഉണ്ടാക്കുന്ന ഈ കറി നല്ല രുചിയാണ് ചോറിന്. ഇപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയോടൊപ്പം മീൻ വറുത്തത് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ചോറും കറികൾക്കും ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇതിലേക്ക് വറുത്തിടാം. കറിവേപ്പിലയും കടുകുമാണ് ഞാനിതിലേക്ക് വറുത്തിട്ടത്. നല്ല ടേസ്റ്റുള്ള പാലക്കാടൻ വെള്ളപ്പയർ പുളി റെഡി.